ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ അൻവർ MLA രണ്ടാം ഘട്ട പോർമുഖം തുറക്കുന്നുവെന്നാണ് ചോദ്യം. അൻവർ ഉന്നം വെച്ച ക്രമസമാധാന ചുമതലയുള്ള ADGP ഇപ്പോഴും അതേ നിലയിൽ അതേ പദവിയിൽ തുടരുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ രേഖാമൂലം പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും പരാതി എഴുതി നൽകാൻ ഒരുങ്ങുകയാണ് PV അൻവർ MLA. എന്നാൽ ADGPയും RSSും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇത് രാഷ്ട്രീയ ഐത്തമായി ചർച്ച ചെയ്യുന്നവർ ക്രിമിനലുകളാണ് എന്നാണ് ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. ഇത് രണ്ടാം ഘട്ട പോർമുഖമാണോ രാഷ്ട്രീയ ഐത്തമാണോ ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്? ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. പ്രോഡക്റ്റുകൾ പകുതി വിലയിൽ വരെ വിറ്റഴിക്കുന്നു. അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, ഇടതു നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജ്, BJP പ്രതിനിധി ഷാജി രാഘവൻ എന്നിവർ. ശ്രീ ഷാജി രാഘവൻ, ഇന്ന് PP മുകുന്ദൻ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് RSS ADGP ചർച്ച നടത്തുന്നവരെ കണ്ടാൽ തനിക്ക് പുച്ഛമാണ് എന്നാണ്. ഇതൊരു രാഷ്ട്രീയ ഐത്തമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ ഐത്തം എന്ന നിലയിൽ സുരേഷ് ഗോപിയും ഗോവ ഗവർണർ P. ശ്രീധരൻ പിള്ളയും കാണുന്നത്? ഷാജി രാഘവൻ. അല്ല, അതൊരു വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണല്ലോ അവർ പറഞ്ഞത്. ഇത് BJPയുടെ നിലപാടാണ്. ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുന്നത് എപ്പോഴും കൂടിക്കാഴ്ചകൾ, സംവാദങ്ങൾ, ചർച്ചകൾ, ഇതൊക്കെയല്ലേ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. കേരളത്തിൽ നിർഭാഗ്യവശാൽ ഈ ഐത്തം കുറേ കാലമായിട്ടുണ്ട്. അത് അവരൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. കാരണം ഭരണകക്ഷിപ്പെട്ട ഒരു MLA ഉയർത്തിയ പ്രധാനപ്പെട്ട മുഴുവൻ ആരോപണങ്ങളും മറന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ADGP RSS നേതാവിനെ കണ്ടതല്ലേ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വിഷയത്തെ ഇത്ര കണ്ട് തമസ്കരിച്ചുകൊണ്ട് ചർച്ചയെ വഴിമാറ്റിവിട്ട ഈ രാഷ്ട്രീയം, ഇതൊരു ഐത്തമല്ല. ഇത് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് ചേർന്നതാണോ? ഇത് ഗോവ ഗവർണർ അദ്ദേഹം എല്ലാ കാലത്തും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. ഇന്നും മാത്രമല്ല, അതിന്റെ തുടർച്ചയെന്നാണ് ബഹുമാന്യനായ കേന്ദ്രമന്ത്രി. RSS വിരുദ്ധ രാഷ്ട്രീയത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുമ്പോൾ RSSന്റെ ജനറൽ സെക്രട്ടറിയെ തന്നെ ADGP പോയി കാണുക, അതും അദ്ദേഹം ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ തുടരുക, ഇതിൽ ചില ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നു. കാരണം കോൺഗ്രസ് പക്ഷത്തു നിന്ന് പലരും BJPയിലേക്ക് വരുന്ന രാഷ്ട്രീയ ചർച്ചയാണ്. ഉദ്യോഗസ്ഥരിൽ പലരും BJPയിലേക്ക് ചേക്കേറുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകളാവുന്നു. TP സെൻകുമാറിൻ്റെ ആണെങ്കിലും ജേക്കബിൻ്റെ ഒക്കെ കഥ നമുക്കറിയാം. അതേപോലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരിക്കുകയും മുഖ്യമന്ത്രിയും സർക്കാരും RSS വിരുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ ചേരിയിൽ നിൽക്കുമ്പോൾ ആ സർക്കാരിൻ്റെ കൂടി ഭാഗമായ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാവിനെ പോയി കാണുന്നത് ഒരു രാഷ്ട്രീയ ചർച്ചയായിട്ടോ രാഷ്ട്രീയ ബന്ധമായിട്ടോ, അല്ലെങ്കിൽ അത് കാണാൻ പാടില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ ഐത്തമായിട്ടോ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? അല്ല, അങ്ങനെ അവർക്ക് തോന്നുന്നതെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ ADGP BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ADGP അല്ലല്ലോ. ഇവിടെ CPM LDF അല്ലേ ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയിലെ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ തൊട്ട് ഇമ്മീഡിയറ്റ് ഓഫീസറായിട്ടുള്ള അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് ചോദിച്ചറിയാൻ കേരള ഗവൺമെന്റിന് സാധിക്കില്ലേ? ചോദിക്കുന്ന ചോദ്യം, പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ ഈ പറയുന്ന പോലീസിംഗിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘവൽക്കരണത്തിന് മറയായി നിൽക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു വലിയ രാഷ്ട്രീയ ചോദ്യമല്ലേ ഷാജി രാഘവൻ? അതിനെ ഒരു വേദിയിൽ വന്ന് രാഷ്ട്രീയ ഐത്തം എന്ന് ലഘൂകരിച്ച് കളയാൻ കഴിയുമോ? അല്ലല്ല, PV അൻവർ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ഉന്നയിച്ച സാഹചര്യം ഞാൻ ഈ ചാനലിൽ തന്നെ മിനിഞ്ഞാന്നത്തെ ഒരു ചർച്ചയിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീ PV അൻവർ ഉന്നയിച്ച മുഴുവൻ ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളും അന്വേഷിക്കണം. അതിനകത്ത് ADGPയുടെ മാത്രം വിഷയമല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രിയുടെ ഓഫീസായാലും ഇതെല്ലാം വളരെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്, അന്വേഷണ വിധേയമാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് കാണുന്നു. അതന്വേഷിക്കണം എന്നൊരു അഭിപ്രായം BJP ഇതുവരെ ആർജവത്തോടെ പറഞ്ഞു കണ്ടില്ല. അതെന്തേ? ഡോക്ടർ അരുൺ, നമ്മൾ 3 നേരം അരിയാഹാരം കഴിക്കുന്നവരല്ലേ. ഈ സംസ്ഥാന ഗവൺമെൻറ് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയിട്ടില്ലേ?
ഈ ചോദ്യം താങ്കൾ എന്നോടാണോ ചോദിക്കേണ്ടത്? അല്ല, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഈ ചോദ്യം ചോദിക്കേണ്ടത് കേരളത്തിലെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയോടോ ആഭ്യന്തര വകുപ്പിനോടോ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു, പക്ഷെ BJP ആവശ്യപ്പെടുന്നില്ല. ശരി, അല്ല, ഇതിപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണോ ഇതിനകത്ത് ഒരു ഞങ്ങൾ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ആ നിലപാടിനെ സംബന്ധിച്ച് അവരുടെ ഇടപെടലിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള സാഹചര്യം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. കാരണം ഇത് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെ വോട്ടർമാരെ അധിക്ഷേപിക്കുന്നതിന് സമമാണ്. ഡോക്ടർ ഞങ്ങൾക്ക് കൃത്യമായി ഇക്കാര്യത്തിലുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സുനിൽകുമാർ പറഞ്ഞത് അല്ല, അത് ഞാൻ ചോദിച്ചോട്ടെ, സുനിൽകുമാറിന് ഇതല്ലാതെ എന്ത് പറയാൻ പറ്റും? ഞങ്ങളുടെ ആരോപണത്തിൽ ഇവരെന്താ മറുപടി പറയാത്തത്? ഞങ്ങളിതിനെപ്പറ്റി പറയുന്നത് ഈ വിഷയം ഇതിനുശേഷം ഇടതുപക്ഷ മുന്നണി, CPI, അതേപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് ശേഷം പല ചർച്ച നടത്തിയല്ലോ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ K. മുരളീധരൻ പോലും ഏതാണ്ട് 1260 ബൂത്തുകളിൽ കോൺഗ്രസും പിന്നോട്ട് പോയതിൽ ഏതാണ്ട് 700ഓളം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹത്തിന് ഈ പരാതി ഉണ്ടായിട്ടില്ല, CPIക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങളാണ് ആ ഘട്ടത്തിൽ പരാതി ഉന്നയിച്ചത്. ഞങ്ങൾ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. കാരണം വളരെ മനഃപൂർവ്വമായി ഗവൺമെന്റ് തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ സാഹചര്യം അന്വേഷിക്കണമെന്ന് അന്ന് ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ഒരുമിടുമ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നതിൽ ഒരു ജാഗ്രതയും നിങ്ങൾ കാണിക്കുന്നില്ല, ഒരു ധൃതിയും നിങ്ങൾ കാണിക്കുന്നില്ല. ഇതുവരെ നിങ്ങളുടെ നേതാക്കൾ ആരും അത് ആവശ്യപ്പെട്ടിട്ടുമില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് അതിനേക്കാൾ ഗുരുതരം അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളത് ഒരു സാങ്കേതികമായി ആവശ്യപ്പെടാത്തതാണെങ്കിൽ പ്രശ്നമെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാർ ഇതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം V. മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് പുറത്തു ശരി, ആയിക്കോട്ടെ. ഞാൻ റുജിൽ മാക്കുറ്റിയിലേക്ക് ഒന്ന് പോയി വരാം. റുജിൽ മാക്കുറ്റി, ഇന്നിപ്പോൾ കേന്ദ്ര സഹമന്ത്രി, ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്. കേന്ദ്ര സഹമന്ത്രിയും ഗവർണറും പറഞ്ഞത് ഈ രാഷ്ട്രീയ ഐത്തം കൽപ്പിക്കുന്ന പരിപാടി ശരിയല്ല എന്നാണ്. RSS DGP ബന്ധത്തിന്റെ പേരിൽ സമരം ചെയ്യാനിറങ്ങുന്ന യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ ഐത്തം കൽപ്പിക്കുകയാണോ റുജിൽ? RSSനോട് ഇപ്പോഴും ഐത്തം കൽപ്പിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ്. RSSനെതിരായിട്ടുള്ള വലിയ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഞങ്ങളാണ്. അതുമാത്രമല്ല, RSS ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതൊരു വർഗീയ തീവ്രവാദ പ്രസ്ഥാനമാണ്. ആ വർഗീയ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ ക്രമസമാധാന ചുമതല ADGP എന്തിനു പോയി കണ്ടു എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പറയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് ആ പൂരം കലക്കുന്നതിന് വേണ്ടി RSS ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ സംരക്ഷകരാണ് എന്ന് പറയുന്നവർ കപടത്തരം മാത്രം പറയുന്നവരാണ്. ഹിന്ദുക്കൾക്കുമായി യാതൊരു ബന്ധമില്ലാത്തൊരു സംഘടനയാണ് RSS എന്നും അത് നമുക്കറിയാം. രാമക്ഷേത്രം ഉൾപ്പെടെ വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. ആ നാട്ടിലെ ജനങ്ങൾ പോലും RSSനെയും BJPയും ചവിട്ടി പുറത്താക്കി അയോധ്യ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പോടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ വിശ്വാസത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയും വിശ്വാസത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ ഞങ്ങളാണ്, രാമൻ ഞങ്ങളതാണ്, തൃശ്ശൂർ പൂരം ഞങ്ങളാണ്, കൃഷ്ണൻ ഞങ്ങളതാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഇവരാണ് ഈ ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും വിശ്വാസത്തെ ചവിട്ടി മതിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ട് തൃശ്ശൂർ പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രതിയായി നിൽക്കുന്നത് RSS ആണ്. അപ്പോൾ RSSന് അങ്ങനെ ഈ പറയുന്ന പോലെ BJPയുടെ വക്താവ് ന്യായീകരിക്കുന്നത് പോലെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കൾ BJPയും RSSും ആണ് എന്നതിനെക്കുറിച്ച് ഒരു തർക്കമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഹിന്ദുമത വിശ്വാസികൾ ഈ RSSന്റെ കപടതയെ, ഈ ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവകരമായ വിഷയമാണ് RSS നേതാക്കളെ കണ്ടത് ചർച്ചയാക്കുന്നവരെ കണ്ടാൽ പുച്ഛമാണ് എന്നാണ്. അപ്പോൾ സുരേഷ് ഗോപിക്കാണല്ലോ അതിൻ്റെ ഗുണം കിട്ടിയത്. തൃശ്ശൂർ പൂരം കലങ്ങിയപ്പോൾ സുരേഷ് ഗോപിയല്ലേ MP ആയത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്ക അയാളാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, ഇപ്പോൾ എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാടെന്താണ്? അദ്ദേഹത്തിൻ്റെ കീഴിലൊരു ഉദ്യോഗസ്ഥൻ ഈ RSSന്റെ നേതാക്കന്മാർ, രാംമാധവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പോയി കണ്ട് ചർച്ച നടത്തിയത്. എന്താണ് ചർച്ച നടത്തിയത്? ഇപ്പോൾ സെൻകുമാറിനെതിരായി നിയമസഭയിൽ പറഞ്ഞൊരു നിലപാട് നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. ആ നിലപാട് എന്തേ ഈ വിഷയത്തിനകത്ത് എടുക്കാത്തത്? സെൻകുമാർ RSS ആണ് എന്ന് അദ്ദേഹത്തിന് മുൻപേ ബോധ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു. വളരെ കൃത്യമായി സെൻകുമാറിനെതിരായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് എന്തുകൊണ്ടാണ്
ഈ ADGP ആയിട്ടുള്ള ഈ പറയുന്ന അജിത് കുമാറിനെതിരെ ഇല്ലാത്തത്? 2 തവണ കണ്ടു. ആർക്ക് വേണ്ടിയാണ് കണ്ടത്? അജിത് കുമാറിന്റെ പിന്നെ കുടുംബത്തിലെ ഏതൊക്കെ സംബന്ധം ആലോചിക്കാനായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക. അജിത് കുമാറിന്റെ വീട്ടിലെ ബന്ധപ്പെട്ട വിവാഹ പിന്നെ സംബന്ധമായ കാര്യം ആലോചിക്കാനായിരിക്കും പോയിട്ടുണ്ടാവുക. പോയത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനും വേണ്ടിയാണ്. മുഖ്യമന്ത്രിയെ കുടുംബത്തെ ജയിലിലാക്കാതിരിക്കാൻ എന്ത് വഴി എന്ന് ചോദിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട മുഖ്യമന്ത്രി ദൂതനാണ് ആര്? അജിത് കുമാർ. അതുകൊണ്ടാണ് ഘടകകക്ഷികൾ എന്ന് പറയുന്ന വായ്നോക്കികൾ പുറത്തൊക്കെ പലത് പറഞ്ഞെങ്കിൽ പോലും ആ ഘടകകക്ഷികളെക്കാളും വലിയ സ്ഥാനം ഈ LDF-നകത്ത് RSS ഉള്ളത് കൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ വായ് കൂട്ടിക്കോ, അജിത് കുമാറിന് ഒരു ചുക്കും ഞാൻ ചെയ്യില്ല എന്ന് മുഖത്ത് നോക്കി പറയണമെങ്കിൽ അജിത് കുമാറിനെതിരായി നിലപാട് സ്വീകരിച്ചാൽ പിണറായി വിജയന്റെ സ്ഥാനം ഇപ്പൊ കേജ്രിവാൾ ഇറങ്ങിയതിന് ശേഷം പിണറായി വിജയൻ പോകേണ്ടി വരും. അതാണ് അവസ്ഥ. എല്ലാ തരത്തിലുള്ള 2023 മെയ് മാസം 22-ാം തീയതി ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോകുമ്പോൾ പിണറായി വിജയന്റെയും മകളുടെയും പേരിൽ അങ്ങനെ ഒരു കേസ് ഇല്ലല്ലോ. അതിനു മുമ്പേ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിട്ടില്ലേ? സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അപ്പുറം ഒരാളിലേക്കും അന്വേഷണം പോയില്ല. ഒരു തെളിവും നമ്മുടെ മുന്നിലില്ല. പ്രതിപക്ഷത്തിന്റെ കയ്യിലും തെളിവില്ല. എന്തുകൊണ്ട് പോയില്ല? മിസ്റ്റർ ഡോക്ടർ അരുൺകുമാർ എന്തുകൊണ്ട് പോയില്ല? ആരാ അന്വേഷിക്കേണ്ടത്? ഈ രാജ്യത്ത് അന്വേഷിക്കേണ്ട ഏജൻസി എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? കേജ്രിവാളിനെ പിടിച്ച് ജയിലിട്ടത് സമൂഹം ചവറ്റുകൊട്ടയിലിട്ട വിഷയമാണ്. സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴത്തിനിടയിലെ സ്വർണ്ണക്കടത്ത്, ഖുറാനിലെ സ്വർണ്ണക്കടത്ത്, എന്തൊക്കെയായിരുന്നു റിജിൽ? നമുക്ക് അതിലേക്ക് പോകണ്ട. അത് നമുക്ക് എല്ലാവർക്കും പരിക്കുപറ്റിയ വിഷയമാണ് റിജിൽ. ആ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തു. ഇഡി ലീക്ക് ചെയ്ത് വിട്ടിരിക്കുന്ന ചില വാർത്തകൾ മാത്രമെന്ന് മാധ്യമങ്ങൾ കൊടുത്തു. അതൊക്കെ നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. അതിലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല യഥാർത്ഥ പ്രതി ഇനിയും കണ്ടെത്തിയിട്ടുമില്ല. എന്റെ ചോദ്യം അതാണ്. അല്ല കണ്ടെത്തില്ല. പിണറായി വിജയനും അതുമായി ബന്ധപ്പെട്ടവരാണ് പ്രതി, പിടിക്കില്ലല്ലോ. അവർ തമ്മിൽ രാഷ്ട്രീയ ധാരണയുണ്ടല്ലോ, അന്തർധാരയുണ്ടല്ലോ. ആ അന്തർധാര തന്നെയാണ് ഈ വിഷയത്തിനകത്ത് പിണറായി വിജയൻ ഇത്ര സേഫ് സോണിൽ നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം. അതിന്റെ ഗുണം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ പുറത്തുവിട്ടിരുന്നു. ആരെയൊക്കെയാണ് കണ്ടത്, ആർക്കാർക്കുമായിട്ടാണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് ജയരാജിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ജയരാജ് ഞാൻ പറയട്ടെ അരുണെ പോകല്ല. അരുണെ 1977 കൂത്തുപറമ്പില് ജനസംഘത്തിന്റെ പേരിൽ പിന്തുണയോടുകൂടി MLA ആയ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. ഈ RSSന്റെ ലാൽകൃഷ്ണ അഡ്വാനിയുമായി പാലക്കാട് ഒത്തുചേർന്ന് മത്സരിക്കുകയും ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ ലാൽകൃഷ്ണ അഡ്വാനി ശിവദാസ മേനോൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് വന്നതും CPM-ന്റെ നേതൃത്വത്തിന് വേണ്ടിയാണ്. ഞങ്ങളെ ജയിപ്പിക്കാനല്ല വന്നിട്ടുള്ളത്. പല ഘട്ടത്തിലും RSSുമായി രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കിയതാര, ശ്രീ എമ്മുമായി ചർച്ച നടത്തിയതാര, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിലല്ലാതെ എന്തിനാണ് പിന്നെ കുമ്മനം രാജശേഖരനും വത്സൻ തില്ലങ്കേരിയുമായി ചർച്ച നടത്തിയത്? ഈ നാട്ടിലൊക്കെ ചർച്ച നടത്തി എന്തിനാ? ഇവരൊക്കെ പോയതല്ലേ. RSSുമായി ഏതെങ്കിലും അത്തരത്തിൽ നിലപാടിലേക്ക് പിണറായി വിജയൻ പോയിട്ടുണ്ടോ? ഇപ്പോ അവർക്ക് വഴിവിട്ട് കുമ്പിട്ട് അവരെ മുമ്പിൽ വിനീതദാസനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. RSS ഭരിക്കുന്ന കേരളമാണ് ഇന്ന് കേരളം. അതിന് ഉപയോഗിക്കുന്ന ഒരു ചട്ടുകമായി അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നു. പിണറായി വിജയനും CPM-നും മിണ്ടാട്ടമില്ല. ഷാഖയ്ക്ക് കാവൽ നിന്ന ഒരേ ഒരു KPCC പ്രസിഡന്റ്. അതെ, ഞാൻ പറയട്ടെ. അതെ പിന്നെ ശ്രീ അരുണെ, ശ്രീ K. സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കൾ മറന്നു പോകരുത്. താങ്കൾ മാധ്യമപ്രവർത്തകല്ലേ? ഞാൻ സംഘടനാ കോൺഗ്രസിലുള്ള സമയത്ത്, സംഘടനാ കോൺഗ്രസ് അന്ന് കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നോ? അദ്ദേഹം കോൺഗ്രസിൽ വന്നിട്ട് ഞാൻ RSSന് കാവൽ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? സംഘടനാ കോൺഗ്രസ് സംഘടനാ കോൺഗ്രസ് CPM ഒക്കെ കാവൽ നിൽക്കാൻ മനസ്സുള്ള വ്യക്തിയാണല്ലോ KPCC പ്രസിഡന്റ്. അദ്ദേഹം അതിൽ നിന്ന് മുക്തനായിട്ടൊന്നും ഇല്ലല്ലോ. അല്ല ഞാൻ പറയട്ടെ, അന്നത്തെ രാഷ്ട്രീയ അന്ന് RSSന്റെ വോട്ട് വാങ്ങി കേരളത്തിലെ MLA ആയിട്ടില്ലേ പിണറായി വിജയൻ? ജയിച്ച് നിയമസഭയിൽ പോയില്ല, അത് പ്രശ്നമല്ലേ? RSSന്റെ വോട്ട് വാങ്ങി ജയിച്ച് MLA ആയ പിണറായി വിജയനോ ബന്ധപ്പെട്ട രാഷ്ട്രീയ വോട്ട് വാങ്ങി MLA RSSന്റെ ഭാവിക്കൊടിയും ചെങ്കൊടിയും കമ്മ്യൂണിസ്റ്റ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ചെങ്കൊടിയും കൂട്ടിക്കെട്ടി ഒന്നിച്ച് മത്സരിച്ച് ജയിച്ചവരാണോ ഞങ്ങളെ RSSന്റെ
എന്താണ് അദ്ദേഹത്തിന്റെ പക്ഷം? പ്രേക്ഷകർക്ക് വിട്ടു കൊടുക്കാം. റിജിൽ, ഞാൻ ഒന്ന് ജയരാജിലേക്ക് കൂടി പോയി വരാം. ജയരാജ്, ഇന്നിപ്പോൾ ഗോവ ഗവർണറും ഒപ്പം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉൾപ്പെടെ കണ്ണൂർ വന്ന് ചോദിച്ച ചോദ്യം സുധാകരൻ RSS പോവോ കാവലില്ലേ 1,00,000 അതിനേക്കാളും വലിയ വോട്ടിനാ കെ സുധാകരനെ കണ്ണൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചെന്ന്. അതുകൊണ്ട് ജനങ്ങൾ കാണട്ടെ, പ്രേക്ഷകർ കാണിക്കേണ്ട അമ്മാതിരി ഉമ്മാക്കൊന്നും വേണ്ട. ജനങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ട്, കണ്ണൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ട്. ശരി റിജിൽ, ഞാനൊന്ന് ജയരാജിലേക്ക് പോരാം. ജയരാജൻ, ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP അദ്ദേഹം ഇപ്പോഴും തുടരുന്നു. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വിശ്വസ്തനായി തുടരുന്ന അദ്ദേഹം 3 തവണ RSS നേതാക്കളെ കണ്ടതിൻ്റെ കൃത്യമായ കാരണം വിശദീകരിച്ചിട്ടില്ല. ഇന്നിപ്പോൾ BJP നേതാക്കൾ വന്ന് പറയുന്നു ഈ ചർച്ച നടത്തുന്നത് തന്നെ പുച്ഛമാണ് തനിക്ക് എന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. സുജയരാജ്, ഇത് രാഷ്ട്രീയ ഐക്യത്തിനെ കുറിച്ചാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും സുരേഷ് ഗോപിയും പറയുന്നത് കേട്ടാൽ കേരളത്തിലെ ADGP RSS ബന്ധം ഒരു രാഷ്ട്രീയ ഐക്യത്തിൻ്റെ വിഷയമാണ് എന്നാണ്. അങ്ങനെയാണോ? ADGP RSS നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും. അല്ലാതെ പിണറായി വിജയൻ എന്തെങ്കിലും RSS നേതൃത്വമായിട്ട് സംസാരിക്കണമെങ്കിൽ നേരിട്ട് പോയെങ്കിൽ സംസാരിക്കത്തേ ഉള്ളൂ. ഇതുപോലെ ഒരാളുടെ പാലത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളും CPM-ഉം ഇടതുപക്ഷ പാർട്ടികൾ, വിശേഷിച്ച് ഇടതുപക്ഷ പാർട്ടികളിൽ CPM തന്നെ ഒരിക്കലും RSS-ഉമായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലുള്ള പാർട്ടിയല്ല. പിന്നെ ആകെപ്പാടുള്ളത് ഈ പറഞ്ഞ കണക്കുള്ള സമാധാന സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിവേകാനന്ദ ജയന്തിയിൽ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ മാത്രമാണ് RSS-ഉമായിട്ട് ഒരുമിച്ച് ടേബിൾ ഷെയർ ചെയ്യാറുള്ളത്. അല്ലാതെ ഗോൾവാൾക്കറിൻ്റെ ഇത് പിന്തുടരുന്ന ഒരു പാർട്ടിയെ ഒരു കാരണവശാലും, അതായത് നമ്മളിപ്പം ഇറ്റലിയിലെ മുസോളിനിയുടെ പോലെ അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ പോലെ വംശീയതയുടെ മതരാഷ്ട്രവാദത്തിൻ്റെ ഇത് പിന്തുടരുന്ന BJP-യുമായോ RSS-ഉമായിട്ടോ ഒളിഞ്ഞും തെളിഞ്ഞും യാതൊരു ബന്ധവും CPM-നില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയാണോ? കോൺഗ്രസ് നിയമനമത്ത് രാജഗോപാലിനെ ജയിപ്പിച്ചത് ആരാണ്? അഡ്വക്കേറ്റ് രത്നസിംഗിനെ ഫീൽഡ് ചെയ്ത കോമൺ കാൻഡിഡേറ്റായിട്ട് ഫീൽഡ് ചെയ്തത് കോൺഗ്രസ് അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ TN പ്രതാപൻ്റെ വോട്ടുകൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കെ കരുണാകരൻ്റെ കാലം തൊട്ടേ PP മൂതനുമായിട്ട് ചേർന്നിട്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം KG മാരാറിൻ്റെ ഇതിനകത്ത് തന്നെ ഓർമ്മക്കുറിപ്പുകളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരസ്യമായ രഹസ്യങ്ങളാണ്. അപ്പോൾ അത്തരം ഒന്നും ന്യായങ്ങളൊന്നും പറയണ്ട. എന്നും എല്ലാ കാലത്തും RSS-നെതിരെയും RSS ഉയർത്തുന്ന മതരാഷ്ട്രവാദത്തിനെതിരെയും, അത് RSS ആണെങ്കിലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ശരി, SDPI ആണെങ്കിലും ശരി, ഒരേപോലെയാണ്. ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഒരേപോലെ തന്നെ ഒരുപോലെ അപകടകരമാണ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡാണ് എപ്പോഴും CPM എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും CPM-നെ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. അല്ല, ക്രമസമാധാനത്തിന് ചുമതലയുള്ള ഒരു ADGP സംസ്ഥാനത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്യാനും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ നിജസ്ഥിതി അറിയാനും അത്രയും രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഒരു ADGP RSS-ന്റെ നേതാവിനെ, താങ്കൾ പറഞ്ഞതുപോലെ ഒരു വർഗീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ പോയി കണ്ടത് ഒരു രാഷ്ട്രീയ വിഷയമേ അല്ലേ CPM-ന്? അതാണ് എൻ്റെ ചോദ്യം. അത് കേവലം വ്യക്തിപരമായി ചുരുക്കാൻ കഴിയുമോ? നേരത്തെ തന്നെ ഈ സിവിൽ സർവീസിലെ മെമ്പർമാർ, അതായത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ RSS-ൻ്റെ മനോഭാവമുള്ള ധാരാളം പോലീസുകാരുണ്ട്, കേരളത്തിലുണ്ട്. കോൺഗ്രസിൻ്റെ മനോഭാവമുള്ളവരുണ്ട്, CPM അനുഭാവികളുണ്ട്. പക്ഷേ അവരൊരു നിയമ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് പരസ്യമായിട്ട് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ RSS-ൽ പ്രവർത്തിക്കുന്ന കുറ്റമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഓർഡിനൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് RSS-ൽ പ്രവർത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നും പറഞ്ഞ് അത് വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഉന്നത അധികാര സമിതികളൊക്കെ വെച്ചിട്ട് ഇവർക്ക് ഇതിനെയൊക്കെ നെഗറ്റീവ് ചെയ്യുമെങ്കിൽ പോലും വാസ്തവത്തിൽ അത്തരം ഒരു ബന്ധം ആരും ആഗ്രഹിക്കുന്നില്ലെന്നുള്ളതാണ്. പ്രത്യേകിച്ച് CPM-ന്റെ ഗവൺമെൻറ് അങ്ങനെ ഒരു ചർച്ചയും രണ്ടാം ഘട്ട പോർമുഖം തുറക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. ADGP RSS ബന്ധം കേവലം രാഷ്ട്രീയ ഐക്യത്തിന്റെ വിവാദമാണ്. BJP-യുടെ നേതാക്കൾ, പ്രത്യേകിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, ഇരുവരുടെയും അഭിപ്രായം അതാണ്. BJP-യുടെ നിലപാടതാണെന്ന് BJP പ്രതിനിധിയും പറയുന്നു. നമുക്കിപ്പം റിജിൽ മാക്കുറ്റി, ഡോക്ടർ B ജയരാജ്, ഷാജി രാഘവൻ, BJP പ്രതിനിധി എന്നിവരാണ്. ഷാജി രാഘവൻ, ഈ ADGP-യുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളെക്കുറിച്ചും BJP മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും
ഒപ്പം ADGP MR അജിത് കുമാറും അടക്കമുള്ളൊരു ഗൂഢസംഘം പോലീസിനെ നയിക്കുന്നുവെന്നും തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്നുമാണ് PV അൻവറിൻ്റെ ആരോപണത്തിൻ്റെ കാതൽ. അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ, കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിൽ, മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ PV അൻവർ ഉന്നയിക്കുന്നുണ്ട്. BJPക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? ഷാജി രാഘവൻ. ഡോക്ടർ അരുൺ, ആദ്യമേ ഒരു തിരുത്ത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞത്, താങ്കൾ ഇവിടെ ഞാനിത് സ്ക്രോൾ ചെയ്ത് വരുന്നത് കണ്ടു, ചർച്ചയുടെ ഒരു ടാഗ്ലൈൻ തന്നെ ചർച്ചയിലെ അയിത്തം, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ കക്ഷികൾ, നേതാക്കന്മാർ പരസ്പരം കാണുന്നതിൽ ഒരയിത്തവും പാടില്ല. ജനാധിപത്യത്തിൽ അത് ഭൂഷണമല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ് ശ്രീ സുരേഷ് ഗോപി ആ വേദിയിൽ ചെയ്തത്. അതൊരു ക്രിമിനൽ കുറ്റമാണ്. രാഷ്ട്രീയ ഐത്തം ഒരു ക്രിമിനൽ കുറ്റമാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. രാഷ്ട്രീയ ഐത്തം കുറ്റകരമാണെന്നാണ് PS ശ്രീധരൻപിള്ള പറഞ്ഞത്. തീർച്ചയായിട്ടും. അതെ, അതുകൊണ്ടാണല്ലോ ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. എനിക്ക് പുച്ഛമാണെന്ന് ശ്രീ സുരേഷ് ഗോപി സൂചിപ്പിച്ചു. അത് പാർട്ടിയുടെ നിലപാട് തന്നെ, അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ രണ്ടാം ഘട്ടം എന്നുള്ള നിലക്ക് ശ്രീ അൻവർ വീണ്ടും നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണമായിട്ട് വന്നു എന്ന് പറയുന്നു. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം ADGPക്കെതിരെ പാർട്ടിയുടെ നിലപാടെന്ന്. ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ വളരെ സുവ്യക്തമായിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ. എന്തായിരുന്നത്? ശ്രീ അൻവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വന്ന് ആദ്യം പറയുമ്പോൾ ഈ RSS നേതാവിനെ ADGP കണ്ടതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ളത് ഈ ADGPയുടെ പേരുണ്ട്. അതോടൊപ്പം തന്നെ അതിന് തൊട്ടുമുകളിൽ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ഇവരൊക്കെ തന്നെ ആ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട്, കാരണം രാജ്യദ്രോഹം അല്ലെങ്കിൽ ആ നിലവാരത്തിലുള്ള വകുപ്പുകൾ വരുന്ന കേസുകളാണ് ശ്രീ അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗ്രാവിറ്റി കണ്ടുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് അവരിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വേണ്ടി വന്നാൽ കേന്ദ്ര ഏജൻസി വരെ അന്വേഷിക്കണം എന്ന് കൃത്യമായ നിലപാടെടുത്തൊരു പാർട്ടി ADGPയുടെ കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ എന്ത് നിലപാടെന്ന് ഉള്ള ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. ഞങ്ങൾ ADGPയുടെ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം, നമുക്കറിയാം ശ്രീ അൻവർ ഈ വിഷയം കേരളത്തിൽ ഉന്നയിച്ചതിന് ശേഷം പിന്നീട് കേരളം കാണുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ഗോൾ കീപ്പറായിട്ട് മാറുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗോൾ വല സംരക്ഷിക്കുന്ന ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം അൻവർ ഉന്നയിച്ച എല്ലാ വിഷയവും മാറ്റിവെച്ചിട്ട് RSSന്റെ ഒരു നേതാവിനെ ADGP കണ്ടതിലേക്ക് ചർച്ച വലിച്ചിരിച്ചുകൊണ്ട് വരികയും BJPയുടെ ആരോപണം. ഒരു സെക്കൻഡ്, സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ്. അതിൽ മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞോളൂ, പൂർത്തിയാക്കിക്കോളൂ ഷാജി. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴും ഈ വിഷയങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ. ശരി. അപ്പൊ വളരെ കൃത്യമായി ഇവിടുത്തെ UDF LDF പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇതിനോട് ചേർത്ത് പറയേണ്ട കാര്യം അവസാനിപ്പിക്കാം. തുടരും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി, ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ 2-3 ദിവസമായി ചർച്ചകളിൽ വന്ന ഇടതുപക്ഷ നേതാക്കന്മാർ ഉന്നയിക്കുന്ന ജയിലിലേക്ക് പോകാനുള്ള വഴി അടച്ചു കൊടുത്തത് നരേന്ദ്രമോദിയും BJPയും ആണെന്ന് മാത്രമല്ല, കേരളത്തിലെ BJPക്ക് അതിന്റെ ഗുണം കിട്ടിയത് കൊണ്ട് അതിന്റെ പിൻബലത്തിലാണ്, അതിന്റെ പിന്തുണയാണ് BJP നേതൃത്വം കൊടുക്കുന്നത്. ഇത്രയേറെ വിഷയം ഉണ്ടായിട്ട് കഴിഞ്ഞ ചാനലിൽ ഞാനൊരു BJP വക്താവോട് നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് പിറ്റേ യുവമോർച്ചക്കാർ ഒരു സമരവുമായി മുമ്പോട്ട് പോയത്. ആ ഘട്ടത്തിൽ ആരാണ് ഈ BJP പിണറായി വിജയനെ സംരക്ഷിക്കുന്നത്? പിണറായി വിജയൻ എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തും മാഫിയ പ്രവർത്തനങ്ങളും വാർത്തകളും. സോറി ഡോക്ടർ B ജയരാജ്, റിജിൽ ബാക്കുറ്റി, ഷാജി രാഘവൻ ചർച്ചയിൽ ചേർന്നതിന്. ഇനി പ്രേക്ഷകർ Debate with Arun Kumar.